കേരളത്തിലെ പ്രമുഖനായൊരു രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയും ആഴ്ചകൾക്ക് മുമ്പ് കാർഡിയാക് അറസ്റ്റായിട്ട് എൻ്റെ ആശുപത്രിയിൽ വന്നു. 4 ദിവസത്തോളം വെന്റിലേറ്ററിൽ കടന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഹൃദയം തിരിച്ചെടുക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ കാർഡിയാക് അറസ്റ്റിന്റെ കാരണം ഹാർട്ടിൽ ബ്ലോക്ക് ആയിരുന്നില്ല, മറിച്ച് ഹൃദയത്തിലെ കെമിക്കലുകൾ താളം തെറ്റിയതായിരുന്നു. ഭക്ഷണത്തിലെ പ്രശ്നങ്ങളാവാം, ഛർദിയാവാം, ലൂസ് മോഷൻ തുടങ്ങിയ നമ്മൾ അവഗണിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാവാം. സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം തുടങ്ങിയ കെമിക്കലുകളാണ് നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്. ഈ കെമിക്കലുകൾ കൃത്യമായ ബാലൻസിൽ നിലനിന്നിട്ടില്ലെങ്കിൽ ഹൃദയസ്തംഭനം, കുഴഞ്ഞു വീണുള്ള മരണങ്ങളും സംഭവിക്കാറുണ്ട്, ചെറുപ്രായത്തിൽ പോലും. അതെങ്ങനെ തടയാം? നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ 1,00,000 തവണ ഇടിക്കുന്നുണ്ട്. ഓരോ ഹൃദയമിടിപ്പും ഓരോ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളാണ്. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാക്കുന്നത് സോഡിയവും പൊട്ടാഷ്യവും കാൽഷ്യവും മഗ്നീഷ്യവും ചേർന്നിട്ടുള്ള ഒരു സെറ്റപ്പാണ്. കോശത്തിന് അകത്തേക്ക് സോഡിയം കടന്നു പോവുക, പൊട്ടാഷ്യം പുറത്തേക്ക് പോവുക, കാൽഷ്യം അകത്തേക്ക് പോവുക. ഇതെല്ലാം നിയന്ത്രിക്കാനായിട്ട് മഗ്നീഷ്യം. ഇതിനായിട്ട് കോശങ്ങൾക്കകത്ത് ഗേറ്റുകൾ തുറക്കുകയടക്കുകയും ചെയ്യണം. ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. എന്നാൽ ഈ കെമിസ്ട്രി തെറ്റുകയാണെങ്കിലോ? ഇതിൽ ഒന്നാമത്തെ സാഹചര്യം, സോഡിയം കൂടുകയും പൊട്ടാഷ്യം കുറയുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്തെ അവസ്ഥ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഒരുപാട് സോഡിയം ഉണ്ടാവും, എന്നാലോ പൊട്ടാഷ്യം കുറവായിരിക്കും. ഇത് കാരണം ബ്ലഡിന്റെ വോളിയം കൂടുന്നുണ്ട്, ഹാർട്ടിന് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ പൊട്ടാഷ്യം കുറയാന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. നമ്മുടെ മുൻ മന്ത്രിക്ക് അതാണ് സംഭവിച്ചത്. പൊട്ടാഷ്യം കുറഞ്ഞത് കാരണം ഹൃദയത്തിന്റെ മിടിപ്പ് താളം തെറ്റി വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ സംഭവിച്ചു, കാർഡിയാക് അറസ്റ്റിലേക്ക് പോവാണ്. ഇതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഡയറിയ കാരണം പൊട്ടാഷ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പഠനങ്ങൾ കാണിക്കുന്നത് പൊട്ടാഷ്യം 3.5 എന്ന ലെവലിൽ നിന്നും കുറയുകയാണെങ്കിൽ ഹൃദയസ്തംഭനത്തിനുള്ള റിസ്ക് 2 ഇരട്ടിയാണ്. രണ്ടാമത്തെ പ്രശ്നം കാൽഷ്യത്തിന്റെ ബാലൻസ് തെറ്റുക എന്നുള്ളതാണ്. ഹൃദയ മസിലുകളുടെ മിടിപ്പിന്റെ ശക്തി തീരുമാനിക്കുന്നത് കാൽഷ്യമാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം കുറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് ശക്തിയോടെ ഇടിക്കാൻ സാധിക്കുന്നില്ല. കാൽഷ്യം കൂടുകയാണെങ്കിൽ ഹൃദയം ഇങ്ങനെ മിടിച്ചിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ പ്രശ്നം മഗ്നീഷ്യം കുറയുക എന്നുള്ളതാണ്. മഗ്നീഷ്യം കുറഞ്ഞാൽ ഹൃദയത്തിന്റെ മിടിപ്പ് താളം തെറ്റാനുള്ള സാധ്യതയുണ്ട്, പൊട്ടാഷ്യത്തിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നാലാമത്തെ പ്രശ്നം, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. ഒരേ വ്യക്തിക്ക് തന്നെ സോഡിയം കൂടിയിട്ടുണ്ടാവും, അതിന്റെ കൂടെ പൊട്ടാഷ്യം കുറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ കൂടെ കാൽഷ്യം കുറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ കൂടെ ചിലപ്പോൾ മഗ്നീഷ്യം കുറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം, 2 ഗ്രാമിൽ കുറവ് മാത്രമേ നമ്മൾ ഒരു ദിവസം ഉപ്പ് കഴിക്കാവൂ. അച്ചാറ്, പപ്പടം, സൂപ്പ് ഇതെല്ലാം ഒഴിവാക്കുക. രണ്ടാമത്തത്, 4 ഗ്രാം പൊട്ടാഷ്യം ഓരോ ദിവസവും നമ്മൾ ഉള്ളിലെത്തണം. ഇതിനായിട്ട് ഇലക്കറികൾ, മധുരക്കിഴങ്ങ്, തേങ്ങാവെള്ളം, നേന്ത്രപ്പഴം, അവക്കാഡോ, ഓറഞ്ച്, ബീൻസ്, പയർ ഇതെല്ലാം ഉപയോഗിക്കാം. പക്ഷേ കിഡ്നിയുടെ അസുഖമുള്ളവർ ഒരു കാരണവശാലും പൊട്ടാഷ്യമുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. മൂന്നാമതായിട്ട്, കാൽഷ്യം ഏകദേശം 1 ഗ്രാം പെർ ഡേ നമ്മുടെ ശരീരത്തിൽ എത്തിക്കണം. ഇതിനായിട്ട് പാല്, യോഗട്ട്, മത്തി, ഇലക്കറികൾ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഹൈ ഡോസ് കാൽഷ്യം സപ്ലിമെന്റുകൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. നാലാമത്തത്, മഗ്നീഷ്യം വേണ്ട രീതിയിൽ ഉറപ്പുവരുത്തുക. ഇതിനായിട്ട് ആൽമണ്ട്സ്, കാഷ്യൂനട്ട്, ഇലക്കറികൾ, ബ്രൗൺ റൈസ്, ഡാർക്ക് ചോക്ലേറ്റ്, അവക്കാഡോ തുടങ്ങിയവ ഉപയോഗിക്കാം. ഇനി ആർക്കൊക്കെയാണ് ഈ കെമിക്കലുകളുടെ ബാലൻസ് തെറ്റി അസുഖം വരാൻ റിസ്ക് ഉള്ളത്? ഹാർട്ട് ഫെയിലിയർ ഉള്ളവർ, കിഡ്നി പ്രശ്നങ്ങളുള്ളവർ, മൂത്രം പോകുന്ന ഡയൂററ്റിക് മരുന്നുകൾ കഴിക്കുന്നവർ, ലൂസ് മോഷൻ ഉള്ളവർ, തുടർച്ചയായിട്ട് ഛർദിയുള്ളവർ, അമിതമായി എക്സർസൈസ് ചെയ്യുന്നവർ, അമിതമായി വിയർക്കുന്നവർ, ഉറക്കക്കുറവുള്ളവർ, പ്രായമേറിയവർ, ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ, ഇവരൊക്കെ ഞാൻ ഈ പറഞ്ഞ റിസ്ക് ഉള്ളവരാണ്. ഇങ്ങനെയുള്ളവർ ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം നോക്കുന്നത് നന്നായിരിക്കും.